ഹായ് ഹലോ നമസ്കാരം. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പോത്തുംകാല് സൂപ്പാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തിട്ടുള്ള പോത്തിൻ്റെ കാല് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണേണ്. കുക്കറിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ സ്ലോ കുക്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സമയം നമുക്ക് അതിനായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ കുക്കറിലിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആവില്ല. കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസും നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ എല്ല് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കണത്. എത്ര ഗ്ലാസ് ഒഴിച്ചാലും അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിൻ്റെ പറ്റേ വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു 12 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്നിവ രണ്ടും കൂടി ചതച്ച് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് സവാള അതും കൂടി അരിഞ്ഞ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. സവാളക്ക് പകരം നമുക്ക് ഉള്ളി ചേർത്താലും വളരെ നല്ലതാണ് കേട്ടോ. കുറച്ചേറെ ഉള്ളി ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കറി പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം മല്ലിച്ചീരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുക്കർ മൂടി ഒന്ന് 12 വിസിൽ വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണമേ. അപ്പം നമ്മൾ പറഞ്ഞ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലെ എയർ പോയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് പകർത്തി കൊടുക്കാമേ. അപ്പം നമ്മുടെ പോത്തുംകാല് സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സൂപ്പാണ് കേട്ടോ ഇത്. ആടിൻ്റെയും പോത്തിൻ്റെയൊക്കെ കാല് വെച്ച് ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യൂട്ടെ ഈ സൂപ്പ്. നമ്മുടെ കൈകളുടെയും കാലുകളുടെയൊക്കെ വേദന മാറാനും നമ്മുടെ എല്ലുകൾക്ക് ബലം കൂട്ടാനും നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന്, കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യൂട്ടെ നമ്മളിങ്ങനെ ഇടയ്ക്ക് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. കൂട്ടത്തിലൊരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.